പൊതുവഴി തടഞ്ഞ സമരം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ചിരിക്കുകയാണ് ഇടത് നേതാക്കൾ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ, CPM നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രൻ, വിജോയ്, VK പ്രശാന്ത് എന്നിവർ കോടതിയിൽ നേരിട്ട് ഹാജരായാണ് മാപ്പപേക്ഷിച്ചിരിക്കുന്നത്. സംഭവത്തെ ന്യായീകരിക്കുന്നില്ല എന്നാണ് നേതാക്കൾ കോടതിയിൽ പറഞ്ഞതും. അതേസമയം റോഡ് സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ലെന്ന് പറഞ്ഞ് ഇന്നും ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തുകയുണ്ടായി. പോലീസിനും കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, കോടതി എന്തൊക്കെയാണ് പറഞ്ഞത്? നിരുപാധികം മാപ്പ് അപേക്ഷിച്ചതിനോടൊപ്പം നേതാക്കൾ എന്തൊക്കെയാണ് കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്? രേഷ്മ, വിശദാംശങ്ങൾ. കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വീണ്ടും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് റോഡ് സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല എന്നുള്ളതായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ പരാമർശം. അതുമാത്രമല്ല, നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ രേഖാമൂലം മാപ്പപേക്ഷിച്ച ഒരു സാഹചര്യമുണ്ട്. മാപ്പപേക്ഷ മാത്രം കൊണ്ടായില്ല, ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേതാക്കളൊക്കെ തന്നെ CPM-ന്റെ, CPI-യുടെ, അതോടൊപ്പം കോൺഗ്രസിന്റെ നേതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. നിലവിൽ ഹൈക്കോടതി ഈ ഉദ്യോഗസ്ഥരും കൂടാതെ ഈ എതിർകക്ഷികളായിട്ടുള്ള നേതാക്കൾ ഇവർ വീണ്ടും ഹാജരാകുന്നതിൽ നിന്ന് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതായത് വീണ്ടും ഇവർ തുടർന്ന് ഹാജരാകേണ്ടതില്ല. പക്ഷേ വ്യക്തിഗത സത്യവാങ്മൂലം ഈ നേതാക്കൾ നൽകണം. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സത്യവാങ്മൂലം അതൃപ്തികരമെന്നുള്ള ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അത്തരം ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ അധിക സത്യവാങ്മൂലം ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും നൽകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ സത്യവാങ്മൂലം സമർപ്പിക്കുവാനായിട്ട് ഹൈക്കോടതി നിലവിൽ 3 ആഴ്ച സമയം കൂടി നൽകിയിരിക്കുകയാണ്. മാർച്ച് 3-ലേക്ക് പ്രസ്തുത കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് MV ഗോവിന്ദൻ മറ്റന്നാൾ, അതായത് ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഈ കോടതിയലക്ഷ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരാകണം. അതിൽ യാതൊരു തരത്തിലും ഇളവ് ഇല്ല. എന്തായാലും ബാക്കിയുള്ള നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഹൈക്കോടതി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും MV ഗോവിന്ദൻ ബുധനാഴ്ച ഹാജരാകണം. നേരത്തെ എടുത്ത ഹൈക്കോടതിയുടെ അതേ നിലപാട് തന്നെയാണ് ഇന്നും ആവർത്തിക്കപ്പെട്ടത്. അതായത് ഈ പ്രതിഷേധങ്ങൾ നടത്താനുള്ള ഇടമല്ല റോഡ്, അതോടൊപ്പം തന്നെ നടപ്പാതകളും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുവാനായിട്ടുള്ള ഇടമല്ല. ഇക്കാര്യത്തിൽ ആവർത്തിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും സർക്കാരും ഹൈക്കോടതിയും ഇറക്കിയതാണ്. പക്ഷെ അതിൽ യാതൊരു വിധത്തിലുമുള്ള അത് പരിഗണിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ അത് പ്രാവർത്തികമാക്കുകയോ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ കോടതിയലക്ഷ്യ ഹർജിയുമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് കൃത്യമായിട്ടുള്ള മറുപടി ബന്ധപ്പെട്ട സംഘടനാ നേതാക്കളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹാജരാകണം എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചത്. എന്തായാലും CPM-ന്റെയും CPI-യുടെയും പ്രമുഖ നേതാക്കളും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായത്. MV ഗോവിന്ദൻ ബുധനാഴ്ച ഹാജരാകണം. ഈ വ്യക്തിഗത സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും നിലവിൽ ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള മാപ്പപേക്ഷ, നിരുപാധിക മാപ്പപേക്ഷ, അത് അംഗീകരിക്കാൻ സാധിക്കില്ല, അത് തൃപ്തികരമല്ല എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. മാത്രമല്ല, ഈ ഒരു കുറ്റം അല്ലെങ്കിൽ ഇത്തരമൊരു നടപടി, ഈ നടപ്പാതെ അടച്ചുകൊണ്ടുള്ള പരിപാടി നടത്തിയ സംഭവം അത് ആവർത്തിക്കില്ല, നിരുപാധികം തങ്ങൾ മാപ്പപേക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ ഇത്തരമൊരു സംഭവം ന്യായീകരിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് അഭിഭാഷകർ മുഖേന രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള എതിർകക്ഷികൾ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും വഞ്ചിയൂരിൽ CPM-ന്റെ പാളയം ഏരിയ സമ്മേളനമാണ് വഴി അടച്ചുകൊണ്ട്, റോഡ് കെട്ടിയടച്ചുകൊണ്ട്, സ്റ്റേജ് കെട്ടിക്കൊണ്ട് നടത്തിയത്. ഇതിലാണ് ആദ്യഘട്ടത്തിൽ ഒരു കോടതിയലക്ഷ്യ ഹർജി വന്നത്. തൊട്ട് പിന്നാലെ ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നടപ്പാത കയ്യേറിക്കൊണ്ട് സമരം നടത്തി. കൊച്ചിയിലാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ധർണ നടത്തി. ഇതിലൊക്കെ തന്നെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ പ്രസ്തുത ഹർജി ഹൈക്കോടതി മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അധിക സത്യവാങ്മൂലങ്ങളാണ് ഇനി ബന്ധപ്പെട്ട എതിർകക്ഷികൾ നൽകേണ്ടത്. അതിന് സമയം 3 ആഴ്ചത്തേക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി നേതാക്കളാരും നേരിട്ട് ഹാജരാകേണ്ടതില്ല. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാത്രമാണ് മറ്റന്നാൾ 4 മണിക്ക് ഹാജരാകേണ്ടത്. അനു. ശരി രേഷ്മ.